കറങ്ങുന്ന പോലെ. കുറച്ചും കൂടി കഴിച്ചു നോക്ക്, അപ്പം ശരിയാവും. അപ്പം കഴിക്കടാ. നല്ല സുഖം. ഞാൻ പറഞ്ഞില്ലേ അപ്പോ നല്ല സുഖം എനിക്ക്. നിങ്ങൾക്ക് ഇനി ഇത് വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ കേട്ടോ. ശരി ചേട്ടാ, ശരി, ഞങ്ങൾ പോവുകയാണ്. ഹായ് കിഷോർ. അപ്പു എന്തൊക്കെയുണ്ടാ? സുഖം തന്നെ അപ്പു. എനിക്കൊന്നും പഠിക്കാൻ കഴിയുന്നില്ലടാ. എനിക്കും അത് തന്നെ. പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല അപ്പു. പക്ഷേ ആ ചേട്ടൻ തന്ന മരുന്നുണ്ടല്ലോ, അത് കഴിച്ചപ്പോ നല്ലപോലെ പഠിക്കാൻ പറ്റിയായിരുന്നു. ശരിയാ, നീ പറഞ്ഞത് ശരിയാ. ഒരു പ്രത്യേക ഉന്മേഷം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും അപ്പു? എനിക്കതില്ല ഒരു നിമിഷം ഇരിക്കാൻ വയ്യ. ആ ചേട്ടൻ പറഞ്ഞായിരുന്നു പ്രിയ ചേച്ചിയോട് ചോദിച്ചാ ആ മരുന്ന് കിട്ടുമെന്ന്. ഓ, പ്രിയ ചേച്ചിയുടെ ഉണ്ടോ? ഉണ്ടേ നമുക്ക് ചോദിക്കാം. ഹായ് കിഷോർ. ഹായ് അപ്പു. ഹായ് ചേച്ചി, ആ ചേട്ടൻ തന്ന മരുന്നുണ്ടോ കയ്യില്? ഉണ്ട്. ഞങ്ങൾക്ക് കുറച്ച് വേണമായിരുന്നു. തരാം, പക്ഷേ പൈസ തരണം. പൈസ കുഴപ്പമില്ല, എത്ര ആണെങ്കിലും തരാം. ചേച്ചി എത്ര? ഒരു 500 എങ്കിലും തരണം ഇപ്പോ. 500 രൂപയോ? എന്റെ ലാഭടെ 100 രൂപയുള്ളൂ. ഇനി എന്ത് ചെയ്യും നമ്മൾ? എന്റെ കയ്യിലും 100 രൂപയുള്ളൂ. യശു, എനിക്കത് എങ്ങനെയെങ്കിലും വേണം. എന്തായാലും ചോദിച്ചു നോക്കാം ചേച്ചിനോട്. വാ ചോദിക്കാം. ചേച്ചി, ഞങ്ങളുടെ കയ്യിൽ 200 രൂപയേ ഉള്ളൂ. അതൊന്നും പറ്റില്ല, 500 തന്നെ തരണം ഇപ്പോ. ചേച്ചി എങ്ങനെയെങ്കിലും താ ചേച്ചി, ഞങ്ങൾ പിന്നെ ഉറപ്പായിട്ടും തന്നോളാം. തരുന്നെന്തോ ഉറപ്പ്? ഉറപ്പായിട്ടും തരാം, നാളെ തന്നെ തന്നേക്കാം. ചേച്ചി പ്ലീസ് കുറച്ചെങ്കിലും താ ചേച്ചി. ശരി, തരുമല്ലോ. തരാം, ഉറപ്പായിട്ടും തരാം. ശരി, പൈസ കിട്ടി. വാ, നമുക്ക് അവന്മാരെ കൂടെ വിളിക്കാം. എടാ വാടാ. വാടാ. കിട്ടിയടാ. കണ്ടില്ലേ തകർന്നടിഞ്ഞ ഈ കൗമാരങ്ങൾ. ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ കാശില്ലാതെ വന്നപ്പോൾ ഗുണ്ടാ പെരുവിനും പിടിച്ചുപറിക്ക് മോഷണത്തിന് വരെ അവർ തയ്യാറായി. ദിവസങ്ങൾ കഴിയുന്തോറും അവരുപയോഗിക്കുന്ന ലഹരിയുടെ എണ്ണവും വീര്യവും കൂടിക്കൂടി വന്നു. പേടിക്കണ്ട, ഇവരെ രക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും. അവർക്കിനിയും സന്തോഷവും സമൃദ്ധിയുമുള്ള സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. നിങ്ങളും ഇതിനൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാറി ചിന്തിക്കാൻ ഇനിയും അവസരമുണ്ട്. വരൂ.
ഡോക്ടർ, എൻ്റെ മോൻ അവനൊരു മയക്കുമരുന്നിന് അടിമയായി. ആകെയുടെ ഒരു മോനേ ഉള്ളൂ എനിക്ക്. അവന്റെ സ്വഭാവം ആകെ മാറിപ്പോയി. അവൻ ഈ മയക്കുമരുന്ന് കഴിച്ചിട്ട്. എനിക്ക് വയ്യ ഡോക്ടറെ, എന്റെ മോൻ ഇങ്ങനെ കാണാൻ. ഒന്നും കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, എപ്പോഴും ഈ മുറിയിൽ ഇങ്ങനെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന പോലെ. പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ട് ദിവസങ്ങളായി അവൻ. എൻ്റെ ആകെ ഒരു മോനാ. ആകെ ധൈര്യം ഒരു മോനാണ് അവൻ. പക്ഷെ അവന്റെ സ്വഭാവം എല്ലാം മാറിപ്പോയി. ഡോക്ടർ, എങ്ങനെയെങ്കിലും എൻ്റെ മോൻ രക്ഷിക്കണം. ഡോക്ടർ, എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഡോക്ടർ? നിങ്ങൾ വിഷമിക്കാതെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിഷമിക്കാതിരിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനിപ്പോൾ ചികിത്സയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു യുവത്തിൻ്റെ ഒരു പ്രശ്നമാണിത്. ഇപ്പോൾ നിങ്ങളുടെ മോന് മാത്രമല്ല, ഇത് പല കുട്ടികൾക്ക് വരുന്ന പ്രശ്നമാണ്. ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് ഇങ്ങനെ. ഇതൊരു കുഴപ്പമില്ല. ഇനി ചികിത്സ കൊണ്ട് മൊത്തത്തിൽ പൂർണ്ണമായിട്ടും സുഖമാക്കാൻ കഴിയും. ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു മാസത്തേക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം കുറച്ച് മരുന്നൊക്കെ കൊടുക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് സുഖമാവും. ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടും. അവൻ പഴയ പോലെ തന്നെ ആവും. ഒരു കുഴപ്പമില്ല. അവനെ രക്ഷിക്കാൻ പറ്റൂ ഡോക്ടർ? തീർച്ചയായും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് താങ്ക് യു ഡോക്ടർ. നിങ്ങൾ സമാധാനമായിട്ട് പോകും. ഒരു കുഴപ്പമില്ല. താങ്ക് യു ഡോക്ടർ. അപ്പുവിന്റെ ജീവിതം ദിശ തെറ്റിയ ദേശാടന പക്ഷിയെ പോലെ അലയുകയാണ്. അവന്റെ ആത്മസുഹൃത്തിന്റെ ജീവിതത്തിലുണ്ടായ വെളിച്ചത്തിന്റെ തിരിനാളം പോലും അവനെ തേടിയെത്തിയില്ല. ഓരോ ഘട്ടത്തിലും അവന്റെ ജീവനെയും ജീവിതത്തെയും ആ വിപത്ത് കരണ്ട് തിന്നുകൊണ്ടിരുന്നു.